ദൈവത്തിൻ്റെ മഹത്വം. ഈ ചാനലിൽ കൂടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് പാസ്റ്റർ പി.എ. പൊന്നച്ചൻ. ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് എൻ്റെ ശൈശവ പ്രായത്തിൽ തന്നെ കാര്യമായ രോഗം എന്നെ ബാധിക്കുകയും എൻ്റെ മാതാപിതാക്കൾ സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ നേരുകയും ചെയ്തു. എന്നാൽ ഞാൻ വളർന്നു വന്നതോടുകൂടെ എൻ്റെ മാതാപിതാക്കൾ വിശ്വസിച്ച് സ്നാനപ്പെട്ട് തോന്നിയാവലയിലുള്ളതായ അസംബ്ലീസ് ഓഫ് സഭയോട് ചേരുകയും ഞാനും വിശ്വാസത്തിൽ മുന്നേറുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുകയും ദൈവവചനം അഭ്യസിപ്പിക്കുകയും സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ സ്നാനമേൽക്കുകയും ദൈവ വഴികളിൽ നടക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് കൃപ തരികയും ചെയ്തു. എങ്കിലും എൻ്റെ മാതാപിതാക്കൾ എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നേർന്നതാണല്ലോ എന്നുള്ളതായ ആ ബോധം എൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങൾ പല കാരണങ്ങളാൽ എനിക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുന്നതിൽ മാനുഷികമായ രീതിയിൽ ഒരു താല്പര്യമോ അപ്രകാരം ഒരു ദർശനമോ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് പലപ്പോഴും ചിന്താക്കുഴപ്പത്തിലായിരുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഒരു വിശുദ്ധ സഭായോഗം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ശക്തമായി എൻ്റെ കാതുകളിൽ മുഴങ്ങുകയും ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചു, എന്നെ ആരെങ്കിലും വിളിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചില ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വേദഭാഗങ്ങളിൽ കൂടെയാണ് ദൈവം കൂടുതലായിട്ട് എന്നോട് സംസാരിച്ചത്. ശക്തമായി ഞാൻ ദൈവവചനം എടുത്ത് വായിക്കുകയും എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും 4 വർഷത്തെ വേദ പഠനത്തിന് വേണ്ടി എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ബഥേൽ ബൈബിൾ കോളേജിലേക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 4 വർഷത്തെ വേദപഠന ശേഷം ഞാൻ 1 വർഷം ചില്ലുവാനും കേരളത്തിൽ സഭാ സ്ഥാപനത്തിലും പ്രവർത്തനത്തിലുമായിരുന്നു. അപ്പോഴും ഒരിക്കലും ഞാൻ മാനുഷികമായി ചിന്തിച്ചില്ല എൻ്റെ സ്വന്തം നാട് വിട്ട്, സ്വന്തം ഭാഷ വിട്ട് ഞാൻ അന്യദേശത്തേക്ക് അന്യജാതികളുടെ നടുവിൽ കടന്നു പോകുമെന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കാതുകളിൽ പലപ്പോഴും ദൈവശബ്ദം നൽകിയിരുന്നു, ഞാൻ നിന്നെ അന്യജാതികളുടെയും ഭാഷകളുടെയും നടുവിലേക്ക് അയക്കുമെന്നുള്ളത്. സമയം കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ 1989 ജനുവരി 13 ഒറ്റയ്ക്ക് വടക്കേന്ത്യയുടെ പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ വടക്കേന്ത്യയിൽ മധ്യപ്രദേശത്തെ ഒരു ഇൻറ്റീരിയൽ വില്ലേജിൽ കടന്നു ചെന്ന് പ്രവർത്തനം ആരംഭിക്കുകയും അങ്ങനെ ഹിന്ദി പഠിക്കുകയും ഹിന്ദിക്കാരുടെ ഇടയിൽ നല്ല ഒരു പ്രവർത്തനം നേടിയെടുപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വിവാഹം നടക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. എൻ്റെ ഭാര്യ ജെസിയും ഞാനും ചില മാസങ്ങൾക്ക് ശേഷം പഞ്ചാബിൽ ജലന്ധർ എന്ന് പറയുന്ന പട്ടണത്തിൽ അതിനടുത്തുള്ളതായ ഒരു വില്ലേജിലേക്ക് കടന്നു ചെന്ന് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രവർത്തനത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീർന്നു. പഞ്ചാബി ഭാഷയോ പഞ്ചാബി രീതിയോ ഒന്നും വശമില്ലാതിരുന്ന ഞങ്ങൾക്ക് ദൈവം അത്ഭുതങ്ങളിൽ കൂടെ ഞങ്ങളെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ശക്തി തന്നു. ദൈവം അത്ഭുതങ്ങളിൽ കൂടെ അനേകരെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിവരുത്തുവാൻ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ശക്തമായ എതിർപ്പുകൾ ഞങ്ങൾക്ക് ചില മാസങ്ങൾക്ക് ശേഷമുണ്ടായി. രാത്രി കാലങ്ങളിൽ 2 ദിവസം പുറത്തു വന്ന് ഞങ്ങളെ ഡോറ് കുട്ടി ഞങ്ങളെ പുറത്തിറക്കി കൊല്ലുവാനുള്ള ശ്രമമുണ്ടായിരുന്നു. അതിനു മുമ്പ് ചില ദിവസം മുമ്പ് ഒരു ഭീഷണി കത്തൊക്കെ ഞങ്ങൾക്ക് കിട്ടി, കണ്ടുപോകരുത്, കൊന്നുകളയും, നിങ്ങളുടെ പ്രസംഗം കൊണ്ട് പഞ്ചാബിലെ അക്രമം നിർത്തുവാനോ അല്ലെങ്കിൽ ബിഷപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കുവാനോ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുവാനോ ഒന്നും കഴിയത്തില്ലെന്നൊക്കെയുള്ള ഡീറ്റെയിൽ വെച്ചൊരു ശക്തമായ കത്ത് കിട്ടി. ആ കത്ത് വായിച്ച് ഹൃദയം പൊട്ടി കരഞ്ഞു. അങ്ങനെ അനുഭവമുണ്ട്. അതിനുശേഷമാണ് രാത്രിയിൽ കടന്നു വന്ന് ഇപ്രകാരമുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. എന്നാൽ ദൈവം പഞ്ചാബിലെ പ്രവർത്തനത്തിൽ ഞങ്ങളെ വളരെയധികം ശക്തീകരിച്ചു. പ്രതികൂലങ്ങളുടെ നടുവിൽ വിട്ടു പോകണം അല്ലെങ്കിൽ നിന്നു പോകരുത് എന്ന് പരിചയമുള്ളവർ പോലും ഞങ്ങളോട് പറഞ്ഞു. ഇപ്രകാരമുള്ള പ്രതികൂലങ്ങളെക്കുറിച്ച് ചിലരെ അറിഞ്ഞ ശേഷം എങ്കിലും അനേക പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടുവെങ്കിലും ദൈവം ഞങ്ങളെ പഞ്ചാബിൽ ഇത്രത്തോളം നിർത്തുന്നു. പല അനുഭവങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തിലുണ്ട്. ഏതാണ്ട് 15 വർഷത്തോളം 15 വീടുകൾ ഞങ്ങൾ മാറി ഞങ്ങൾ താമസിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ദൈവം ആദ്യമായിട്ടൊരു മകളെ നൽകി. ആ മകൾ ഇന്ന് വിവാഹസ്ഥയാണ്.
2 കുഞ്ഞുങ്ങളുടെ മകൾക്കുണ്ട്. പ്രൈസി ഷെറിൻ മരുമകൻ ദൈവവേലയിലായിരിക്കുന്നു. എന്നാൽ അതിനുശേഷം മകളോടൊപ്പം തന്നെ ഒരു മകനെ ദൈവം നൽകി. ഞങ്ങളുടെ മകളും മകനും ഒക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങളുടെ മകളെയും എൻ്റെ ഭാര്യ ജെസിയെയും വലിയ ചൂട് സമയത്ത് ചെറിയ ഇടുങ്ങിയ ബാത്റൂമിനകത്ത് അടച്ച് പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ട് അങ്ങനെ അകത്താക്കിയ സമയങ്ങളുണ്ട്. ഞാനൊരു വില്ലേജിൽ സൈക്കിളിൽ കടന്നു പോയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നപ്പോൾ മുളത്തെ ടെറസിൽ നിന്നുകൊണ്ട് ഈ കടുങ്കൈ ചെയ്ത പ്രിയപ്പെട്ടവർ എന്നെ കണ്ടുകൊണ്ട് കുഞ്ഞിനെയും എൻ്റെ വൈഫിനെയും ബാത്റൂമിൽ നിന്ന് തുറന്നു വിട്ടു. അപ്പോഴേക്കും അവർ അബോധമായിട്ട് അല്ലെങ്കിൽ ബോധം കെട്ട് വീഴുന്ന സമയമായിരുന്നു. അതുപോലെ മകനോടുള്ള ബന്ധത്തിൽ മകനെ ദൈവം നൽകി. കുടിക്കുന്ന പാലിൽ സംതിങ് അവർ ഇട്ടു. പാല് കാച്ചി കുഞ്ഞിന് കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ രാത്രിയിൽ സന്ധ്യയ്ക്ക് കിച്ചണിൽ പാല് കാച്ചിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാല് പൊട്ടിത്തെറിച്ചു. അത് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ആ പാല് വാങ്ങിച്ച് എറിയുകയുണ്ടായി. അതേ തുടർന്ന് ഞങ്ങളെ അടിച്ച് രാത്രിയിൽ തന്നെ താമസിക്കാൻ പറ്റുകയില്ല, സാധനങ്ങൾ എടുത്തെറിയും എന്നൊക്കെ പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. ഇങ്ങനെയുള്ളതായ അനേക പ്രതികൂലങ്ങളുണ്ട്. അതുപോലെ സാമ്പത്തികമായ വളരെയധികം ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അനുഭവിച്ച സമയങ്ങളുണ്ട്. എൻ്റെ മകൾ ഒരു വില്ലേജിൽ ഞങ്ങൾ വരുമ്പോൾ സന്ധ്യയ്ക്ക് പപ്പ ആപ്പിൾ ഇരിക്കുന്നു വേണമെന്ന് പറഞ്ഞ സമയമുണ്ട്. അപ്പോൾ ഞാൻ മകളെ ശാസിച്ചു. നമുക്ക് വേറെ ആവശ്യങ്ങളുണ്ട്, ഇപ്പോൾ പൈസ ഇല്ല മോളെ. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വലിയൊരു കെട്ട് ഞങ്ങളുടെ ഡോറിൻ്റെ അടുത്തിരിക്കുന്നു. ചെറിയൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ 3 കിലോ ആപ്പിള്. ദൈവം കരുതുന്നവനെന്ന് അന്നും രുചിച്ചറിയുവാൻ ദൈവമായ കർത്താവ് ഇങ്ങനെയുള്ള അത്ഭുത സംഭവങ്ങളിൽ കൂടെ ദൈവം ഞങ്ങളെ ശക്തീകരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ അനേക ആരാധനയോടുള്ള ബന്ധത്തിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ വീട് കുലുങ്ങിപ്പോകുന്നു. അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ ഈ ചർച്ചിനെയും പാസ്റ്ററിനെയും കുടുംബത്തെയും ഇവിടെ നിന്ന് ഞങ്ങൾ കാലിയാക്കുമെന്ന് തീരുമാനിച്ചിട്ട് അടുത്ത ദിവസം തന്നെ ഒരാഴ്ച വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാതെ രോഗിയായിത്തീർന്ന ഒരു മാതാവ്, അവർ അടുത്ത ഞായറാഴ്ച എനിക്ക് വിവരം കിട്ടി അവരിങ്ങനെ രോഗിയായി കിടക്കുന്നു. എന്നാൽ പ്രാർത്ഥിച്ചു. അടുത്ത ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് അവർ കടന്നു വന്ന് പറയുന്നു, ഞാൻ രോഗിയായി തീർന്നു, ശരീരം മുഴുവനും നീര് പിടിച്ചു, ഇത്ര അത്യാസന്ന നിലയിലായിരുന്നു. എന്നാൽ ഇന്ന് പാസ്റ്റർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, താഴെ വന്ന് ഞാൻ സുഖമായി തീർന്നു, എനിക്ക് സുഖമായി. എൻ്റെ തെറ്റ് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എന്താണ്? കഴിഞ്ഞ ആഴ്ചത്തെ ആരാധനയിൽ ഞാൻ തീരുമാനിച്ചു ഇനിയും ഈ ചർച്ചിനെ ഇവിടെ ഞങ്ങൾ വെക്കുകയില്ല, അല്ലെങ്കിൽ പാസ്റ്ററിനെയും കുടുംബത്തെയും ഇവിടെ താമസിപ്പിക്കുകയില്ല എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശിക്ഷ തന്നു. എന്നാൽ ദൈവം എന്നോട് ക്ഷമിച്ചു. പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ അനേക അത്ഭുതങ്ങൾ. വേറെ ഒരു സ്ഥലത്ത് ഞങ്ങൾ വിരിച്ചിട്ട കാർപ്പറ്റ് ആരാധനയ്ക്ക് മുമ്പ് ഞങ്ങളെ പായ്ക്ക് ചെയ്യിപ്പിച്ച സമയങ്ങളുണ്ട്. ആ സമയത്ത് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ആമേൻ അവിടുന്ന് ആരാധിക്കാതെ ആൾക്കാർ സഹിതം പോയ സമയമുണ്ട്. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ലിറ്ററേച്ചർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി കടന്നുപോയ സാഹചര്യത്തിൽ അത്ര എതിർത്ത ആ കുടുംബത്തിൽ കടന്നു ചെന്നപ്പോൾ അവരുടെയും കൈയൊക്കെ ഒടിഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അവരുടെ ഹസ്ബൻഡ് ഒരു പ്രാർത്ഥന ആരെങ്കിലും വന്ന് പ്രാർത്ഥിച്ചെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചിലത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ചെന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അക്രൈസ്തവരായിട്ടാണെങ്കിലും അവർക്കത് വിടുതലായി തോന്നി. അവർ ചെയ്ത കുറ്റത്തെ ദൈവം അവരിൽ പ്രവർത്തിച്ച് അവർക്ക് പശ്ചാത്താപം നൽകി. അവർ ഗിഫ്റ്റുമായിട്ട് കടന്നു വന്ന് ആമേൻ ദൈവസഭയിലേക്ക് കടന്നു വരികയും തുടർന്ന് നമ്മളുമായിട്ട് സഹകരിപ്പാനിടയായി തീർന്നു. ഇങ്ങനെ അനേക അത്ഭുതങ്ങളിൽ കൂടെ ദൈവം ഞങ്ങളെ നടത്തുകയുണ്ടായി. ഇന്ന് രാത്രികാലം ഈ സമയം ഈ സാക്ഷ്യം അനുഭവങ്ങൾ കേൾക്കുന്ന ദൈവജനത്തോട്, ദാസന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ഒരു ദർശനമുണ്ടെങ്കിൽ, ആത്മഭാരമുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ കടന്നു വന്നു കൊള്ളട്ടെ, അതിൻ്റെ നടുവിലും ദൈവം നമ്മെ പരാജയപ്പെടുവാൻ ഇടവരുത്തുന്ന ദൈവമല്ല. ഇന്നേക്ക് 7 വർഷം മുമ്പേ ഞങ്ങൾ ഒരു സ്ട്രീറ്റിൽ ആരാധനാലയവും ഒരു താമസ സൗകര്യത്തോടുള്ള ബന്ധത്തിൽ പണി തുടങ്ങുന്ന സമയത്ത് തന്നെ വലിയൊരു കൂട്ടം സുവിശേഷ വിരോധികൾ കടന്നു വന്നു. ഈ സ്ട്രീറ്റ് രക്തക്കളമായി മാറും എന്ന് വെല്ലുവിളിച്ച സമയങ്ങളുണ്ട്. എന്നാൽ ആ പണി തുടങ്ങുവാനും അവിടെ ഒരു ആരാധനാലയം പണിയുവാനും
അവിടെ ഞങ്ങളുടെ താമസമാക്കുവാനും ഒക്കെയും ദൈവമായ കർത്താവ് സഹായിച്ചു. വളരെയധികം പ്രതികൂലങ്ങൾ പിന്നെയും സൃഷ്ടിക്കുവാൻ തക്കോണം അവർ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പണി ഏതാണ്ട് ഒരു പകുതി ഭാഗത്തോളം ആയപ്പോഴേക്കും ഈ ലോകത്തിൽ നിന്ന് തന്നെ ചെറുപ്പക്കാരനായ അതിൻ്റെ നേതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. ആ സ്ട്രീറ്റിൽ ദൈവം അനേകരുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടു. അനേക നിലകളിൽ ദൈവം ആ സ്ട്രീറ്റുകളിൽ, ആ ചുറ്റുപാടുകളിൽ ദൈവം പ്രവർത്തിച്ചു. ഇന്നവിടെ ദൈവഭയം ജനങ്ങളിൽ ദൈവം നൽകി. ഇന്ന് ഞങ്ങളെ അവർ വളരെയധികം സ്നേഹിക്കുകയും ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്നു. ആ സ്ഥലമുണ്ടെങ്കിൽ പല കുടുംബങ്ങളിൽ രാത്രി 12 മണിക്ക്, അതുപോലെ തന്നെ പ്രായമുള്ളവർ, മരിക്കുവാൻ പോകുന്നവർ ശ്വാസം പോകാതിരിക്കുമ്പോൾ നമ്മളെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈ ലോകത്തു നിന്നും വേർപെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഞാൻ ഈ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും നമ്മോടുകൂടെ കർത്താവുണ്ടെങ്കിൽ, നമ്മുടെ സമർപ്പണം അത് കർത്താവിന് വേണ്ടി പരിപൂർണമാണെങ്കിൽ, നമ്മെ വിളിച്ചത്, നമ്മെ വേലയ്ക്കാക്കിയത് ദൈവമാണെന്നുള്ളതായ ആ ഉൾക്കാഴ്ചയും ഉത്ബോധവും നമുക്കുണ്ടെങ്കിൽ, എന്തു തന്നെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും നമ്മൾ പരാജയപ്പെടുകയില്ല എന്ന് പറയുവാൻ ഞാൻ ഈ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്. അനേക അനുഭവങ്ങളുണ്ട്. പഞ്ചാബിൽ ജലന്ധർ എന്ന് പറയുന്ന സിറ്റിയിൽ, വില്ലേജുകളിൽ ആരംഭിച്ച വേല ജലന്ധർ സിറ്റിയോട് ചേർന്ന് അത് വ്യാപിക്കുകയും ശക്തമായ ഒരു സഭ ദൈവം ജലന്ധറിൽ നൽകി. അതോടനുബന്ധിച്ച് കേരളത്തിൽ നിന്നും സൗത്ത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ പഞ്ചാബിൻ്റെ മണ്ണിൽ നിന്നും അനേക ദൈവദാസന്മാരെ ദൈവം വേലയ്ക്കായി ഞാൻ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസംബ്ലീസ് ഓർഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയും ദൈവം എഴുന്നേൽപ്പിച്ചു. മറ്റ് ഇതര സഭാ പ്രസ്ഥാനങ്ങൾ ആ സമയങ്ങളിൽ, ആ വർഷങ്ങളിൽ പഞ്ചാബിൽ വളരെയധികം അക്രമങ്ങൾ, വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ദൈവം അതിനൊരു വ്യത്യാസം വന്ന് ഇന്ന് പഞ്ചാബിൽ വലിയൊരു ഉണർവിനെ ദൈവം അയച്ചിരിക്കുന്നു. അത് ഈ 2 മാസത്തിനുള്ളിലോ 1 വർഷത്തിനുള്ളിലോ അല്ല. ഇന്നേക്ക് ഏതാണ്ട് 20-25 വർഷത്തിന് ഉള്ളിൽ തന്നെ ദൈവം ആ ഉണർവിനെ ശക്തമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ വിവിധ സഭാ പ്രസ്ഥാനങ്ങൾ അവർക്ക് കാര്യമായ പങ്കുണ്ടെന്നുള്ളത് എനിക്ക് മറക്കുവാൻ കഴിയുകയില്ല. കേരളത്തിൽ നിന്നും സൗത്ത് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ളതായ ദൈവദർശനം പ്രാപിച്ച ദൈവദാസന്മാർ വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചാബിൻ്റെ മണ്ണിലേക്ക് കടന്നു ചെന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് പഞ്ചാബിൽ വളരെയധികം ആത്മാക്കൾ കർത്താവിന് വേണ്ടി മുന്നോട്ട് വരുന്നു. ഞാൻ ഈ ജീവിതാനുഭവം ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പറയുവാൻ കഴിയും, ഇന്ന് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിനെ പഞ്ചാബ്, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡ് എന്നീ സ്റ്റേറ്റുകളിലായിട്ട് 200ഓളം ദൈവസഭകളുണ്ട്. ശക്തമായ ദർശനത്തോടും ശക്തമായ വിശ്വാസത്തോടും കൂടെ പ്രവർത്തിക്കുന്ന അനേക ദൈവദാസന്മാർ പഞ്ചാബിൽ മുന്നോട്ട് വരുന്നു. ശക്തമായ ദൈവസഭകൾ നമ്മുടെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് പഞ്ചാബ്, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡ് പ്രദേശങ്ങളിലുണ്ട്. നോർത്ത് ഇന്ത്യയോടുള്ള ബന്ധത്തിൽ, വേലയോടുള്ള ബന്ധത്തിലും പഞ്ചാബ്, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡ് ഈ സ്റ്റേറ്റുകളിൽ പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 12 സെക്ഷനുകളും അതെല്ലാം കൂടിച്ചേർന്ന് ഒരു ഡിസ്ട്രിക്റ്റായി പഞ്ചാബ്, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നോർത്തേൺ ഹൈ റേഞ്ച് ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന പേരോടുകൂടെ അത് ഒഫീഷ്യലായി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്. വെല്ലുവിളികൾ, പ്രതികൂലങ്ങൾ ഇന്നും മുന്നിലുണ്ടെങ്കിലും അതിൻ്റെ നടുവിലും ദൈവം നേരിട്ട് സംസാരിച്ച് ഞങ്ങളെ നിലനിർത്തിയ അനുഭവങ്ങൾ ആദ്യകാലങ്ങളിലും ഇന്നുമുണ്ട്. ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ 1-2 കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞാൻ ഒന്ന് പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഞങ്ങളുടെ കുഞ്ഞിന് ഫീസ് കൊടുക്കാതെ സ്കൂളിൽ എക്സാം എഴുതിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് നോട്ടീസ് തന്ന സമയമുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന സമയത്ത്
ഞാനൊരു ഈവനിങ്ങിൽ ഒരു ബെഡിൽ കിടന്നുകൊണ്ട് കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഈ പിക്ചർ ദൈവത്തിന് ചിലരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ കഴിയുകയില്ലയോ? അന്നേ രാത്രിയിൽ ഞങ്ങളുടെ അടുത്തുള്ള ദീപനഗർ എന്ന് പറയുന്ന ആ വില്ലേജിൽ ഒരു വിജയ ക്ലമന്റ്, ഒരു ക്രിസ്തീയ പ്രവർത്തകനാണ്, ജോലിയോടനുബന്ധിച്ച് 3 പ്രാവശ്യം പാസ്റ്റർ പൊന്നച്ചൻ്റെ അടുത്ത് പോ എന്ന് ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. അടുത്ത ദിവസം 1-ാം ദിവസം വന്ന് ഞങ്ങളെ കണ്ടില്ല. വാടകയ്ക്ക് ഞങ്ങൾ മാറി മാറിയാണല്ലോ ഇരുന്നുകൊണ്ടിരുന്നത്. 2-ാം ദിവസം 3-ാം ദിവസം അദ്ദേഹം ഞങ്ങളെ കണ്ടു. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, എന്ത് പറ്റി? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എന്നാൽ അദ്ദേഹം 3 പ്രാവശ്യം ദൈവം ആ രാത്രിയിൽ എന്നോട് ഇടപെട്ടെന്ന് സംസാരിച്ചു, നിങ്ങളുടെ അടുത്ത് പോവാൻ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് ആ സമയത്ത് തക്കതായ സഹായങ്ങൾ ചെയ്തു. അതുപോലെ അനേക അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. രാത്രിയുടെ യാമങ്ങളിലെ പ്രതികൂല ശക്തികളെ ബുദ്ധിമുട്ടുകളൊക്കെയും വന്നപ്പോൾ വേറെ ചില സമയങ്ങളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അർദ്ധരാത്രിയിൽ ദൈവം എടുത്തു വായിക്ക് വേദഭാഗങ്ങൾ, ബുക്ക്, ചാപ്റ്റർ, വേഴ്സസ് ഒക്കെ നൽകി ദൈവം ഞങ്ങളെ വേലയിൽ ഉറപ്പിച്ചു, വിശ്വാസത്തിൽ ധൈര്യമുള്ളവരാക്കി തീർത്തു. ഒരിക്കലും ഇപ്രകാരം ദൈവം പറഞ്ഞു, 58-ാം സങ്കീർത്തനം 10-11 വാക്യങ്ങൾ എടുത്ത് വായിക്കെ. പല അന്യായ ശക്തികളും ഞങ്ങൾക്കെതിരായിട്ട് കടന്നു വന്നു. പല ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിരോധ ശക്തികളൊക്കെയും നേരിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും കഷ്ടതകളും ഭാരങ്ങളും പിന്നെയും ജീവിതത്തിൽ അടിതള്ളി ഞങ്ങളെ അടിച്ചമർത്തുവാൻ നോക്കിയെങ്കിലും ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. അർദ്ധരാത്രിയിൽ എടുത്ത് വായിച്ചു, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, നീതിമാൻ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കാലുകളെ കഴുകും. എത്രയോ മാധുര്യമേറിയ ദൈവവചനം, എത്രയോ ശക്തമായ ദൈവശബ്ദം. ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെയും എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്നും അന്നും ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഈ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ലാസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് കമ്മീഷൻ ഓഫ് അവർ മാസ്റ്റർ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ യജമാനന്റെ അന്ത്യകൽപ്പനയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പീൻ. ആമേൻ. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ശിഷ്യരാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അവരെ ഉപദേശിച്ചും കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഇപ്പോഴും ഞങ്ങളുടെ ഭാഷ ഹിന്ദി പഞ്ചാബിയാണ്. അനേക വർഷങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും ഇപ്രകാരം മലയാളത്തിൽ ഷെയർ ചെയ്യുവാൻ, ജീവിതാനുഭവങ്ങൾ സ്വന്തം ഭാഷയിൽ ഷെയർ ചെയ്യുവാനൊക്കെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നത്. എങ്കിലും സ്വന്തം ഭാഷയിൽ കൂടെ ഈ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് കേട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദർശനത്തെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നുകൂടെ പുതുക്കിയെടുക്കുവാൻ ഈ പുതുവർഷം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. മരുഭൂമിയെ മലർവാടിയാക്കി തീർക്കുന്ന ദൈവം, മരുഭൂമിയിൽ തൻ്റെ ജനത്തിന് മേശയൊരുക്കുന്ന ദൈവം, അത്ഭുതങ്ങളിൽ കൂടെയും അടയാളങ്ങളിൽ കൂടെയും ദൈവത്തിൻ്റെ നാമത്തെ ഇന്നും ഉയർത്തുന്ന ദൈവമാണ്. ദൈവരാജ്യത്തെ ഇന്നും ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. പഞ്ചാബിലെയും ജമ്മു കാശ്മീരെയും അവിടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി.